പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി വരാൻ പോകുന്ന PSC എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ്, അതേപോലെ LGS 2024, LDC 2024 തുടങ്ങിയ പരീക്ഷകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. 50 ചോദ്യങ്ങളാണ്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്താം. അതിനുശേഷം ഉത്തരം ശരിയാണെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഉത്തരാഖണ്ഡാണ്. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എല്ലാവർക്കും അറിയായിരിക്കും, ആൻഡമാനിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ജോഗാണ്. ഉത്തരം ജോഗാണ്. ശരാവതി നദിയിലാണ് ജോഗ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഉത്തരം സിക്കിമും ടിബറ്റുമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം, ടിബറ്റ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതൊക്കെ നഗരങ്ങളെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ശ്രീനഗർ ടു കന്യാകുമാരി. ശ്രീനഗർ, കന്യാകുമാരി എന്നീ നഗരങ്ങളെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ അതിർത്തി ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ അതിർത്തി ഏതാണ്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. അടുത്ത ചോദ്യം. ഇന്ത്യ ചൈന അതിർത്തി നിർണ്ണയിക്കുന്ന രേഖ തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര്? ഇന്ത്യ ചൈന അതിർത്തി നിർണ്ണയിക്കുന്ന രേഖ തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സർ ഹെൻറി മക്മോഹനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഉത്തരം രാമസേതു. രാമസേതു പാലമാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. 10ാമത്തെ ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലവിൽ വന്ന വർഷം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ നിലവിൽ വന്ന വർഷം. ഉത്തരം 2015. ഉത്തരം 2015 അടുത്ത ചോദ്യം. താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. താർ മരുഭൂമിയുടെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ആരവല്ലിയാണ്. താർ മരുഭൂമിയുടെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരം ലിബുലേക്കാണ്. ലിബുലേക്ക്. അടുത്ത ചോദ്യം. കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി. കേരളത്തിൽ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി മഞ്ചേശ്വരമാണ്. കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത ചോദ്യം. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപിൽ 36 ദ്വീപുകളാണുള്ളത്. ഉത്തരം 36. ലോകത്ത് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്ത് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 7. ഇന്ത്യയുടെ സ്ഥാനം 7. ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഹിമാലയത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഉത്തരം ഡാർജിലിംഗ് ആണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ. കേരളത്തിലെ ആദ്യത്തെ സ്പീക്കർ. ഉത്തരം ആർ ശങ്കരനാരായണൻ തമ്പി. ആർ ശങ്കരനാരായണൻ തമ്പിയാണ്. അടുത്ത ചോദ്യം. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊല്ലമാണ്. കൊല്ലത്താണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആരംഭിച്ചത് എവിടെ? കേരളത്തിൽ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ആരംഭിച്ചത് എവിടെ? ഉത്തരം മൂന്നാർ. ഉത്തരം മൂന്നാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം നെയ്യാറാണ്. നെയ്യാറാണ്. അടുത്ത ചോദ്യം. ഏത് നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്?
ഏത് നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനിയാണ് ഉത്തരം. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഉപ്പളക്കായലാണ് ഉത്തരം. അടുത്ത ചോദ്യം, ബാരിസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് പമ്പ. ഉത്തരം പമ്പയാണ്. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയ പാർക്ക് ഏത് മൃഗസംരക്ഷണ കേന്ദ്രമായി അറിയപ്പെടുന്നു? ഏത് മൃഗത്തെയാണ് ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്നത്? ഉത്തരം വരയാടാണ് ഉത്തരം. അടുത്ത ചോദ്യം, മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഉത്തരം കോട്ടയമാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം. അടുത്ത ചോദ്യം, ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ചിന്നാറാണ്. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. ഉത്തരം ആനയാണ്. അടുത്ത ചോദ്യം, ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1978 ഇരവികുളം നാഷണൽ പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ് അടുത്ത ചോദ്യം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? ഉത്തരം പാമ്പാടും ചോലയാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം സി ആണ്. വിറ്റാമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. അടുത്ത ചോദ്യം, നീലവിപ്ലവം താഴെ തന്നിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മത്സ്യം. നീലവിപ്ലവം മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായിട്ടുള്ള നീണ്ടകര ഏത് ജില്ലയിലാണ്? ഉത്തരം കൊല്ലത്താണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത്. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. അടുത്ത ചോദ്യം, ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? രോഗമാണ് സ്കർവി. അടുത്ത ചോദ്യം, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ ആണ്. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം? ഉത്തരം വിറ്റാമിൻ സി ആണ്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം മെഡിസെപ്പ് ആണ്. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണത്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും, അതായത് 18 വയസ്സിന് താഴെയുള്ളവർ, അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി? ഉത്തരം ആരോഗ്യ കിരണമാണ് ഉത്തരം. 43ാമത്തെ ചോദ്യം, മാരകമായിട്ടുള്ള അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി? ഉത്തരം താലോലമാണ്. അടുത്ത ചോദ്യം, ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെപ്പറ്റിയുള്ള പഠനം? പരസ്പരബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ഇക്കോളജി. അടുത്ത ചോദ്യം, അന്നജൻ അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം ഏതാണ്? ഉത്തരം കടും നീലയാണ് ഉത്തരം. അന്നജം അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീലയാണ്. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? ഉത്തരം മഹാനദിയാണ്. അടുത്ത ചോദ്യം, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ഉത്തരം മലേറിയ. അടുത്ത ചോദ്യം, ഏത് നഗരത്തിന് അടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത്? സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം
ഭോപ്പാലാണ്. അടുത്ത ചോദ്യം, ക്ഷയരോഗം പകരുന്നത് ഏതിലൂടെയാണ്? ക്ഷയരോഗം പകരുന്നത് ഉത്തരം വായുവിലൂടെയാണ് ക്ഷയരോഗം പകരുന്നത്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയിരിക്കുന്ന ഉത്സവം. ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയിരിക്കുന്ന ഉത്സവം ഉത്തരം മാമാങ്കമാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് അരങ്ങേറിയിരിക്കുന്ന ഉത്സവം. 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായി നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചോദ്യങ്ങൾ അധികം എടുത്തിട്ടുള്ളത് SCERT ടെക്സ്റ്റിൽ നിന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു ചോദ്യങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ.